ഈ സ്ഥാനാർത്ഥികൾക്ക് വാർഡ് മെമ്പർ ആകാൻ പോകുന്ന വ്യക്തിക്ക് നാട്ടുകാരുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നണം. ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോകുന്ന വ്യക്തിക്ക് മിനിമം യോഗ്യതകൾ എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ്സെങ്കിലും പാസ്സായിരിക്കണം. ശരി, എല്ലാവരും 10ാം ക്ലാസ് പാസ്സായി എന്നിരിക്കട്ടെ. ജനങ്ങളുമായിട്ടൊരു ബന്ധം, വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരാളായിരിക്കണം. നമ്മുടെ നാടിനും സമൂഹത്തിനും നാട്ടുകാർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത ബോധമുള്ള ഒരു മനുഷ്യനായിരിക്കണം. നാട്ടിൽ പൊതു സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഏതൊരു പാർട്ടിയും സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടത്. ഇവിടെ സ്ഥാനാർത്ഥിയുടെ യോഗ്യതയുടെ അളവുകോൽ എന്ന് പറയുന്നത് ഒന്ന് സൗന്ദര്യം, പിന്നെ കുറഞ്ഞ പ്രായം, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളിലോ ജോലി ചെയ്തിട്ടുണ്ടോ, IPS ആണോ, അല്ലെങ്കിൽ റെയിൽവേയിൽ ജോലി ചെയ്തിട്ടുണ്ടോ. മറ്റു ചിലരാകട്ടെ സഹതാപ തരംഗത്തിലൂടെ കയറി വരാൻ നോക്കും. ചിലപ്പോൾ തെങ്ങ് കയറ്റക്കാരനായിരിക്കും, അല്ലെങ്കിൽ ചെരുപ്പ് കുത്തിയായിരിക്കും. ഇവരൊന്നും മോശക്കാരനാണെന്നല്ല പറഞ്ഞത്. പക്ഷേ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യും? നാട്ടുകാർക്കിടയിൽ എന്ത് കണക്ഷനാണുള്ളത്? തെങ്ങ് വെട്ടുകാരനെ പിടിച്ച് തെങ്ങ് കയറ്റാൻ പറ്റില്ലല്ലോ വാർഡ് മെമ്പറെ പിടിച്ചിട്ട്. അവരെ കൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ IPS കാരിയുടെ ഒരു വീട്ടിൽ പോയിട്ട് പുറത്ത് നിൽക്കാനേ പറ്റൂ, ഗേറ്റിന്റെ പുറത്ത് നിൽക്കാനേ പറ്റൂ, കാത്ത് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് രാഷ്ട്രീയമാണ് തൊഴിലെന്ന് പറഞ്ഞ് വെള്ളയിട്ട് നടക്കുന്നവന്മാർക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള യോഗ്യതയില്ലേ, കോൺഫിഡൻസ് ഇല്ലേ, ഒരു ആത്മവിശ്വാസം ഇല്ലേ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പണി കളഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം.